കണ്ണൂർ ഇരിണാവിലെ ക്ഷേത്രത്തിന് 50 കോടിയുടെ തേക്കുമരങ്ങൾ സൗജന്യമായി നൽകണമെന്നാവശ്യപ്പെട്ടുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ഇ.പി. ജയരാജന്റെ വിശദീകരണം. ക്ഷേത്ര ഭാരവാഹികൾ തനിക്ക് തന്ന നിവേദനം വനമന്ത്രിക്ക് അയച്ചുകൊടുക്കുക മാത്രമാണ് ചെയ്തത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ഇരിണാവ് ചുരുളി ഭഗവതി ക്ഷേത്രം എങ്ങനെ തന്റെ കുടുംബക്ഷേത്രമാകുമെന്നും ഇ.പി. ജയരാജൻ മാധ്യമങ്ങളോട് ചോദിച്ചു. കുടുംബക്ഷേത്രത്തിന് വേണ്ടി 50 കോടിയുടെ തേക്കുമരങ്ങൾ സൗജന്യമായി നൽകണമെന്ന് കത്ത് നൽകിയെന്ന വിവാദത്തിലാണ് ഇ.പി. വിശദീകരണവുമായി രംഗത്തെത്തിയത്. കണ്ണൂരിലെ കല്യാശ്ശേരി പഞ്ചായത്തിലെ ഇരിണാവ് എന്ന സ്ഥലത്താണ് തന്റെ ജന്മദേശം. പ്രദേശവാസിയായ താൻ മന്ത്രിയായപ്പോൾ ക്ഷേത്രഭാരവാഹികൾ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് സഹായിക്കണമെന്ന അഭ്യർത്ഥനയുമായി തന്നെ വന്ന് കണ്ടിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് സഹായം കിട്ടിയാലേ പറ്റൂ. അപ്പോൾ ഞങ്ങളുടെ നിർമ്മാണത്തിന് ഞങ്ങൾക്ക് മരം ഗവൺമെൻറ്റിൽ നിന്ന് സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ്. അത് വനം വകുപ്പ് മന്ത്രിക്ക് ഞങ്ങൾ ആ നിവേദനം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കോപ്പി ഞങ്ങളുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള നിങ്ങൾ മന്ത്രിയായതുകൊണ്ട് നിങ്ങൾ കൂടി തരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സമർപ്പിച്ചു. പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു കവറിംഗ് ലെറ്ററോടുകൂടി അവർ വനം വകുപ്പ് മന്ത്രിക്ക് ഫോർവേഡ് ചെയ്തു. ഞാനൊരു മിനിസ്റ്റർ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമ്പോൾ എനിക്കൊരു നിവേദനം തന്നാൽ ഞാനെന്താ ചെയ്യാതെ കീറിക്കളയാൻ പറ്റുമോ? ഞാനത് കൺസേൺ മിനിസ്റ്റർക്ക് അയക്കില്ലേ വേണ്ടത്. മിനിസ്റ്റർക്ക് അയക്കുമ്പോൾ എൻ്റെ ലെറ്റർ പേഡിലല്ലാതെ വേറെ ലെറ്റർ പേഡിൽ അയക്കാൻ പറ്റുമോ? ഇരിണാവ് ക്ഷേത്രത്തിന്റെ ബ്രോഷറിൽ പറയുന്നത് പുനരുദ്ധാരണത്തിനായി 1 കോടി രൂപ മാത്രം മതിയെന്നാണ്. പിന്നെ എങ്ങനെ 50 കോടിയുടെ മരം സൗജന്യമായി നൽകണമെന്ന് താൻ പറയുമെന്നും ഇ.പി. ജയരാജൻ ചോദിക്കുന്നു. 1 കോടിയെന്ന് എൻ്റെ കത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1 കോടിയാണ് അവർ കണക്കാക്കുന്നത്. അതിൽ അവർക്ക് അത്രയും കഴിയാത്തതുകൊണ്ട് സഹായിക്കണമെന്നാണ്. അത് തന്നെയാണ് അവരുടെ ലെറ്ററിലുള്ളത്. അവരിൽ എഴുതി തന്ന നിവേദനത്തിലും അതുണ്ട്. മലബാർ ദേവസ്വത്തിന് കീഴിലെ ഡി ഗ്രേഡ് ക്ഷേത്രങ്ങളിൽ ഒന്നായ ഇരിണാവ് ചുഴലി ഭഗവതി ക്ഷേത്രം എങ്ങനെ തന്റെ കുടുംബക്ഷേത്രമാകുമെന്ന് ഇ.പി. ജയരാജൻ ചോദിക്കുന്നു. എനിക്കൊരു കുടുംബക്ഷേത്രമില്ല. അങ്ങനെ കുടുംബക്ഷേത്രമേ എനിക്കില്ല. തന്റെ കുടുംബക്ഷേത്രത്തിനായി മുൻമന്ത്രി ഇ.പി. ജയരാജൻ 50 കോടി രൂപയുടെ തേക്കുമരങ്ങൾ സൗജന്യമായി നൽകണമെന്നാവശ്യപ്പെട്ടു എന്ന വാർത്ത ഒരു ദൃശ്യമാധ്യമമാണ് നൽകിയത്. ഇതേ തുടർന്നാണ് ഇ.പി. ജയരാജൻ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചത്. തനിക്കെതിരെ നടക്കുന്ന ഇത്തരം കുപ്രചരണങ്ങളിൽ ഗൂഢാലോചനയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഔദ്യോഗിക വസതിയായ സാനഡുവിൽ നിന്നൊഴിഞ്ഞ് ഇ.പി. ജയരാജനും കുടുംബവും സ്വദേശമായ കണ്ണൂരിലേക്ക് മടങ്ങും മുമ്പായിരുന്നു ഇ.പി. ജയരാജൻ മാധ്യമങ്ങളെ കണ്ടത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം.